ആവേശമായി വൈശാഖ മഹോത്സവം കൊട്ടിയൂരിൽ നടക്കുകയാണ്. ആവേശ ഉത്സവമായിട്ട് മുങ്ങിക്കുളിക്കേണ്ടവർ കോരി കുളിച്ചുകൊണ്ട് ബാവാലിപ്പുഴ കടന്നെത്തിയ ഇളനീരുമായിട്ട് ഇന്നലെ ഇളനീർ വെപ്പായിരുന്നു, ഇന്ന് ഇളനീരാട്ടമാണ്. ആവേശമായിട്ടാണ് ഭക്തജനങ്ങളെല്ലാവരും കൊട്ടിയൂർ എത്തിയിരിക്കുന്നത്. ആവേശ ഉത്സവമായിട്ടാണ് കൊട്ടിയൂർ എല്ലാവരും. ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ കൊട്ടിയൂർ ഇളനീരാട്ടം ആഘോഷിക്കുകയാണ്. ഈ ഇളനീർ വെച്ച് നെയ്യ് വെച്ച് മഹാദേവനെ ശമിപ്പിക്കാൻ പറ്റാതെ, മഹാദേവന്റെ കോപം രൗദ്രഭാവത്തിരിക്കുന്ന മഹാദേവനെ ശമിപ്പിക്കാൻ ഇളനീരൊഴിച്ചുകൊണ്ട് വേണം മഹാദേവന്റെ കോപം ശമിപ്പിക്കാൻ. ഈ ഇളനീരാട്ടം കഴിയുമ്പോൾ പ്രകൃതിക്ക് തന്നെ മാറ്റമുണ്ടാകുമെന്നാണ് വിശ്വാസം. പ്രകൃതി രൗദ്രഭാവത്തിൽ നിൽക്കുന്ന മഴയും കുത്തൊഴുക്കും വാവാലി പുഴയും എല്ലാം മുഴങ്ങിയെങ്കിൽ ഇന്ന് ഇളനീരാട്ടം കഴിയുമ്പോൾ ഇതിനെല്ലാം മാറ്റം വരുമെന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭക്തജനങ്ങളെല്ലാം ഇന്നലെ മാസക്കണക്കിന് വിഷുവിന് ശേഷം വ്രതമെടുത്തുകൊണ്ട് കാൽനടയായിട്ട് കിലോമീറ്റർ കണക്ക് നടന്നു വന്നിരുന്ന ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ കൊട്ടിയൂരിൽ ഇത് ഇളനീർ മഹോത്സവം, ഇളനീരാട്ടം നടക്കുകയാണ്. ഭക്തജനങ്ങളെല്ലാം ആവേശത്തിലാണ്. അതേപോലെ തന്നെ മഴയുടെ ശമനം ഉണ്ടാവുമെങ്കിലും ഭക്തജനങ്ങൾ വളരെ കിലോമീറ്ററുകൾ ദൂരത്തു നിന്ന് തന്നെ ഇന്നത്തെ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് കൂടുതലും ഭക്തജനങ്ങൾ എത്തിയിരിക്കുകയാണ്. മഹാദേവന്റെ ഒരിക്കൽ കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഇളനീരെല്ലാം കൊട്ടി ഇളനീർ ആഘോഷമാണ്. ഇളനീരാട്ടം ഏതാനും മണിക്കൂർ കൊണ്ട് നടക്കും. ആവേശത്തിലാണ് ഭക്തജനങ്ങളെല്ലാം. ഈ ഇളനീരൊഴിക്കുമ്പോൾ മഹാദേവനും പ്രകൃതിയും ശാന്തമാകും, പ്രകൃതിക്ക് മാറ്റം ഉണ്ടാവും, ഭക്തജനങ്ങളുടെ ആഗ്രഹ സാഫല്യമുണ്ടാകും. ഹരിഗോവിന്ദ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാനപ്പെട്ട 3 അഭിഷേകങ്ങൾ നടക്കുന്നുണ്ട്. അതിലാദ്യം ചോതി നാളിലെ നെയ്യാട്ടവും, പിന്നെ അഷ്ടമി ഉള്ള നാളിലെ ഇളനീരാട്ടവുമാണ്. പിന്നെ മൂന്നാമതുള്ളത് ചിത്രയ്ക്കുള്ള കലശാട്ട്. ഈ ഇളനീരാട്ടം എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു അഭിഷേകം തന്നെയാണ്. എരുവട്ടിത്തണ്ടയാനും കുറ്റിയാടിത്തണ്ടയാനും എന്നറിയപ്പെടുന്ന 2 വിഭാഗത്തിലെ ആൾക്കാർ, ഒന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒന്ന് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് അടുത്തു നിന്നും വരുന്നു. ഇവർ 2 പേരും കൂടി ഇളനീർ കാവുകൾ, ഒരു കാവിൽ 6 ഇളനീർ വീതം കയ്യിൽ പിടിച്ച് നടന്നു വരുന്നതാണ്. ഇളനീർ വെപ്പ് വേണ്ടി വരുന്നതാണ് അവർ. അങ്ങനെ ഇളനീർ വെപ്പ് സപ്തമി നാളിൽ അത്താഴപൂജയും ശ്രീഭൂതലിയും കഴിയുന്നതോടുകൂടി അവർ വയ്ക്കും. ഈ വെച്ച ഇളനീര് അഷ്ടമി നാളിൽ അല്ലെങ്കിൽ അഷ്ടമി തിഥിയിൽ അഷ്ടമിപ്പാട്ടും രാത്രിയിലത്തെ അത്താഴ പൂജയും കഴിഞ്ഞാൽ രാശി വിളിച്ച് അഭിഷേകം തുടങ്ങും. ഉഷക്കാമ്പ്ര നമ്പൂതിരിപ്പാടാണ് ഇളനീര് അഭിഷേകം ചെയ്യാൻ. അപ്പോൾ തന്ത്രിയുടെ അത്താഴ പൂജയ്ക്ക് ശേഷം മുത്തപ്പൻ വരവ് എന്ന് പറഞ്ഞ ഒരു വിശേഷപ്പെട്ട ഒരു വരവുണ്ട്. ഈ മുത്തപ്പൻ വരവ് വരുമ്പോൾ അവരുടെ ഭൂതഗണങ്ങൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്നുള്ള വിശ്വാസത്തിൽ കോവിലകം കയ്യാല ആക്രമിക്കുന്നതും അവിടെ കാണുന്ന സംഭവം സാധനങ്ങളും എടുത്തുകൊണ്ട് പോകലും ഒക്കെ ഒരു ചടങ്ങായിട്ടുണ്ട്. അഷ്ടമിപ്പാട്ട് എന്നത് ഒരു സമയാചാരമാണ്. ഈ രാത്രി നടക്കുന്ന മുത്തപ്പൻ വരവും അല്ലെങ്കിൽ കോവിലകം കയ്യാലയിലേക്ക് പ്രവേശിക്കുന്നതുമെല്ലാം ഒരു കൗളാചാരവുമാണ്. അപ്പോൾ സമയാചാരവും കൗളാചാരവുമായിട്ടുള്ളൊരു സമ്മിശ്രതയാണ് നമുക്കിവിടെ കാണുന്നത്. അങ്ങനെ രാവിലത്തെ പൊന്നിൻ ശിവേലി കഴിഞ്ഞാൽ നമ്മൾ തിരുവോണം ആരാധനയ്ക്കും രേവതി ആരാധനയ്ക്കും രോഹിണി ആരാധനയ്ക്കും കാണുന്നത് പോലത്തെയുള്ള പൊന്നിൻ ശിവേലി കഴിഞ്ഞാൽ പിന്നെ അഷ്ടമിപ്പാട്ട് തുടങ്ങും. അതിന് ശേഷം അഷ്ടമിപ്പാട്ട് കഴിഞ്ഞാൽ ശേഷം പന്തീരടി നിവേദ്യം കയറ്റി പന്തീരടി നിവേദ്യം കഴിയും. അങ്ങനെ അത്താഴപൂജയും കഴിഞ്ഞാലാണ് ഈ ഇളനീരാട്ടം തുടങ്ങുക. അതായത് കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിൽ നിന്നും വരുന്ന 2 വിഭാഗത്തിൽപ്പെട്ട ഈ ഇളനീർക്കാർ അവർ ഭക്തജനങ്ങൾ കൊണ്ടുവന്ന് വെച്ച ഇളനീർ മുഴുവനായി അഭിഷേകം ചെയ്യും സ്വയംഭൂവിൽ. ഇതാണ് ഇളനീരാട്ടം എന്നുള്ള ചടങ്ങിൻ്റെ ഒരു ചുരുക്കം. മറ്റൊരു ഐതിഹ്യമുണ്ടല്ലോ, നെയ്യാട്ടം കഴിഞ്ഞു മഹാദേവനെ നെയ്യ് കൊണ്ട് തണുപ്പിക്കാൻ പറ്റിയില്ല, ഇളനീരൊഴിപ്പിച്ച് തണുപ്പിക്കാൻ പറ്റുന്നുള്ളൊരു ഐതിഹ്യം കേട്ടുകേൾവിയുണ്ടല്ലോ. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഐതിഹ്യം കേട്ടുകേൾവിയുണ്ട്. അതായത് ആദ്യം സ്വയംഭൂവിൽ ഒരു രക്തപ്രവാഹം കണ്ടപ്പോൾ നെയ്യ് അഭിഷേകം ചെയ്യും ഉഷക്കാമ്പ്ര നമ്പൂതിരി. അതാണ് ആദ്യത്തെ നെയ്യാട്ടം. അതിലും കോപം ക്ഷമിക്കാത്ത ഇരിക്കുന്ന സമയത്താണ് ഇളനീരഭിഷേകം ചെയ്യുന്നത് എന്നൊരു വിശ്വാസം ഇതിലുണ്ട്. ആ വിശ്വാസത്തോടു കൂടി ഒത്തിണങ്ങിക്കൊണ്ടാണ് ഇപ്പോഴും ഇളനീരാട്ടം എന്നുള്ള ചടങ്ങ് ഇവിടെ നടക്കുന്നത്.